രഞ്ജിത്ത്, അഭിപ്രായ സർവേകൾ നൽകുന്നത് അഡ്വാൻറ്റേജ് ടു NDA ആണ്. ഇത്തവണത്തെ കർണാടക രാഷ്ട്രീയത്തിന്റെ നിലവിലെ കിടപ്പ്, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ചില അടിയൊഴുക്കുകൾ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നിലവിലെ സാധ്യതകൾ? സുജയ, കർണാടകയുടെ രാഷ്ട്രീയം എക്കാലത്തും ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ BJP അങ്ങനെ ദേശീയ പാർട്ടികളെ മാത്രം ജയിപ്പിച്ചു വിടുകയും ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. ഇപ്പോഴും പ്രാദേശിക പാർട്ടികളില്ലാതെ ദേശീയ പാർട്ടികളെ കൈപിടിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകയിൽ. കോൺഗ്രസിന് അല്പം സെറ്റ് ബാക്ക് ഉണ്ടായെങ്കിൽ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് വലിയ പ്രതീക്ഷ ഇപ്പോഴും കർണാടകയിൽ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഭരിച്ചാൽ പോലും അവിടെ ലോക്സഭയിലേക്ക് BJPക്ക് തന്നെയായിരിക്കും മേൽക്കൈ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് BJP. പ്രധാനമായിട്ടും BJP അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെയും ഉയർത്തിക്കാണിച്ചല്ല അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നരേന്ദ്രമോദിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. പക്ഷേ പ്രാദേശിക രാഷ്ട്രീയവും പ്രാദേശിക വിഷയങ്ങളും അവിടെ വലിയ പ്രധാനപ്പെട്ട ചേരുവകളാണ് എന്നുള്ളത് മറക്കാൻ പാടില്ല. കാരണം അവിടുത്തെ സാമുദായിക രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലിംഗായത്ത് കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ലിംഗായത്ത് സമുദായം നേരത്തെയൊക്കെ കോൺഗ്രസിനൊപ്പം നിന്നിരുന്നു. പക്ഷേ യെദ്യൂരപ്പയ്ക്കൊപ്പമായി പിന്നീട് ലിംഗായത്ത് കമ്മ്യൂണിറ്റി. ഇപ്പോൾ യെദ്യൂരപ്പ BJPക്കൊപ്പം ഉറച്ചു നിൽക്കുകയും യെദ്യൂരപ്പയുടെ മകൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയൊക്കെ ചെയ്തതോടുകൂടി ലിംഗായത്ത് കമ്മ്യൂണിറ്റി പൂർണ്ണമായും ഇപ്പോൾ BJPക്കൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളത് BJPക്ക് അവിടെ വലിയ നേട്ടമാണ്. മറ്റൊന്ന്, അവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി അവിടുത്തെ കർഷക വിഭാഗം, ഗൗഡ വിഭാഗങ്ങളൊക്കെ വിടുന്ന വൊക്കലിഗ കമ്മ്യൂണിറ്റിയാണ്. JDSൻ്റെ വോട്ട് ബാങ്കാണ് ഈ വൊക്കലിഗ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. JDS ഇപ്പോൾ NDAക്കൊപ്പം നിൽക്കുമ്പോൾ രണ്ടാമത്തെ പ്രബലമായ സമുദായവും NDAക്കൊപ്പം നിൽക്കുന്നു. പിന്നീടൊന്നുള്ളത് കുറുബ സമുദായമാണ്. ഈ കുറുബ സമുദായം പക്ഷേ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സമുദായമാണ്. ആ വോട്ട് ബാങ്ക് BJP പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ സാമുദായിക വോട്ട് ബാങ്കുകളൊക്കെ BJPക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു. മാത്രമല്ല വളരെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡായി വോട്ട് ചെയ്യുന്ന ജനതയാണ് കർണാടക. വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. ആ വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്നുള്ളതും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ സമയത്തൊക്കെ ലവ് ജിഹാദ് പോലുള്ള സാമുദായിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഈ തീവ്രവാദത്തിനെതിരായ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി വോട്ട് ചോദിച്ചുകൊണ്ട് ഇത്തവണ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 14 സീറ്റുകളിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് ദക്ഷിണ കർണാടകത്തിലാണ്. ദക്ഷിണ കർണാടക BJPക്ക് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. ആ മേൽക്കൈ നിലനിർത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. 25 സീറ്റുകൾ കഴിഞ്ഞ തവണയുണ്ട്. JDSൻ്റെ സീറ്റ് ഉൾപ്പെടെ 26 സീറ്റുകൾ, 28-ൽ 26 ഉണ്ട്. ഒരു സീറ്റ് സ്വതന്ത്ര MP ആണ്, ഒരു സീറ്റ് കോൺഗ്രസിനുമാണ് 2019 ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകളൊന്നും പിടിക്കാൻ BJP പ്രതീക്ഷിക്കുന്നില്ല. 25 നിലനിർത്തിയാൽ പോലും അത് BJPക്ക് വലിയ നേട്ടമായിരിക്കും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. BJPക്ക് ആകെയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് വിമത ശല്യമാണ്. ഈശ്വരപ്പയും സദാനന്ദ ഗൗഡയും ഒക്കെ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് BJPക്ക് കർണാടകയിൽ തിരിച്ചടിയാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഓക്കെ, VS രഞ്ജിത്ത, നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലെ ഇപ്പോഴത്തെ ചർച്ചകൾ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അല്ലമീൻ, കർണാടകത്തിൽ DK എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണയും ഒരു സർപ്രൈസ് കാത്തുവെച്ചിട്ടുണ്ടാകുമോ? അതായത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതി കൂട്ടിയിരിക്കുന്ന സീറ്റുകളിൽ ഒരു അണ്ടർ കറന്റ് കൃത്യമായി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ഓപ്പറേഷൻ DK സ്റ്റൈൽ പ്രതീക്ഷിക്കാമോ കർണാടകയിൽ ഇക്കുറി? അമീൻ. സുജയ, 98-ന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക എന്നും BJPക്കൊപ്പം നിന്ന പാരമ്പര്യമായിരുന്നു. അത് കേന്ദ്രത്തിൽ UP അധികാരത്തിലിരിക്കുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ 98-ന് ശേഷമുള്ള ചരിത്രം അത് BJPക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ കൃത്യമായൊരു മാറ്റമുണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയും വിശ്വാസവുമാണ് BJP സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ആ വിശ്വാസം ഒരു പരിധിവരെ ദേശീയ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും ആ വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇത്തവണ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ മടങ്ങി വരാൻ കോൺഗ്രസിനായി സംസ്ഥാന ഭരണത്തിലേക്ക് എന്നുള്ളതാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു മുന്നേറ്റം, ആ മുന്നേറ്റം മാത്രമല്ല പ്രതീക്ഷയായി കോൺഗ്രസ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുണ്ട്. അത് സമയബന്ധിതമായി നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സംസ്ഥാനത്ത് കോൺഗ്രസിനായിട്ടുണ്ട്. 5 പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ആദ്യ ക്യാബിനറ്റിൽ തന്നെ നടപ്പാക്കുന്നു. അത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു
അംഗീകാരവും ഒരു കോൺഗ്രസിനോട് ഒരു അടുപ്പവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഇതുതന്നെയാണ് ഈ 5 പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, അച്ചാദിൻ ആയേഗ എപ്പോഴാണ് കർണാടകയിൽ വന്നതെന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. 10 വർഷം കേന്ദ്രത്തിൽ മോദി ഉണ്ടായിരുന്നു, സംസ്ഥാനത്ത് BJP ഭരിച്ചിരുന്നു, അപ്പോഴൊന്നും ഉണ്ടാകാത്തൊരു നേട്ടം കോൺഗ്രസ് സർക്കാർ മടങ്ങി വന്നതിന് ശേഷം ഉണ്ടായില്ലേ എന്നൊരു ചോദ്യം. എന്ന് മാത്രമല്ല, ഈ 5 പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പലയിടങ്ങളിലും എത്തിച്ച് അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ മറ്റു വിഭാഗം ചാഞ്ഞു പോകാതെ സംരക്ഷിക്കാനുള്ള നീക്കം കൂടി കോൺഗ്രസ് നടത്തുന്നുണ്ട്. മറ്റൊരു അനുകൂല ഘടകമായി കോൺഗ്രസ് നേതൃത്വം കാണുന്നത് പതിവിന് വിപരീതമായി സംസ്ഥാനത്ത് BJPക്കുള്ളിലെ ആഭ്യന്തര പോരും ചേരിത്തിരിവും ഒക്കെയാണ്. അതും ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകും. ഈ സാമുദായിക സമവാക്യങ്ങളും മറ്റു ഘടകങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും BJPക്കുള്ളിലെ ഈ പടലപ്പിണക്കം അത് വലിയ രീതിയിൽ അനുകൂലമായി മാറുമെന്നുള്ളൊരു കണക്കുകൂട്ടലും പ്രതീക്ഷയും ഇത്തവണ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തോട് പറയുന്നത് ഏതാണ്ട് 20-22 സീറ്റുകൾ സംസ്ഥാനത്ത് നേടാനാകുമെന്നുള്ളൊരു വലിയ അവകാശവാദമാണ്. പക്ഷേ ദേശീയ നേതൃത്വം അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് കണക്ക് കൂട്ടി ഒരു 11 മുതൽ 15 വരെ സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുമുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ സംസ്ഥാനത്തു നിന്നുള്ള ഒരാൾ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വന്ന ആ ഘടകം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നു. മറ്റൊന്ന്, ഈ കോൺഗ്രസിൽ എല്ലാ കാലത്തും അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും 2 വിഭാഗമായി ചേരിതിരിഞ്ഞു നടക്കുന്ന ഒരു പോർവിളി പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം 2 കൂട്ടരും ഒരുപോലെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഒരു വിയോജിപ്പിൻ്റെ സ്വരവുമില്ല, ഒരു ഭിന്ന സ്വരവുമില്ലാതെ മുന്നോട്ട് പോകുന്നതും കോൺഗ്രസിൽ വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അപ്പോൾ പതിവിന് വിപരീതമായ ഒരു അട്ടിമറി സാധ്യതയിലേക്ക് നയിക്കുമെന്ന് കോൺഗ്രസ് കാണുന്നതും ഈ ഘടകങ്ങളൊക്കെയാണ്. ഒപ്പം തീവ്ര ഹിന്ദുത്വ കാർഡിറക്കി BJP കളിക്കുമ്പോൾ ആ കുഴിയിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രത കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുമുണ്ട്. കാരണം തീവ്ര ഹിന്ദുത്വ വാദങ്ങളിലൂടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ളൊരു ശ്രമം കൂടി കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ ആ ചടങ്ങിലേക്ക് പോകേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം അതിന് ഭിന്നമായുള്ള നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയം, ഗ്രൗണ്ട് പൊളിറ്റിക്സ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, ഗ്രൗണ്ട് ഫീല് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊത്തു നിന്ന് പോകുന്നൊരു സമീപനം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. ഇതെല്ലാം ഇത്തവണ അനുകൂലമായി മാറുമെന്നുള്ള വലിയ കണക്കുകൂട്ടലിലും ആത്മവിശ്വാസത്തിലുമാണ് ഇത്തവണ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വവും ദേശീയ കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു അല്ലമീൻ ആൻഡ് VS രഞ്ജിത്ത്. കർണാടകയുടെ ജനമനസാർക്കൊപ്പമാണ് ഇപ്പോഴത്തെ നിലവിലെ സൂചനകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വിലയിരുത്തുകയായിരുന്നു ഇരുവരും. കർണാടകയിൽ വോട്ടെടുപ്പ് 2 ഘട്ടമായാണ്. കേരളത്തിൽ ഇതാ വോട്ടെടുക്കാനായി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസമേ ഉള്ളൂ. 11ാം ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ഓരോ ഇലക്ഷൻ അപ്ഡേറ്റ്സും അപ്പോൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. നമുക്ക്